മഹാത്മാഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ്. ലോകം മുഴുവൻ അറിയുന്നതാണ് അദ്ദേഹത്തെ. ചെറിയ കുട്ടിക്ക് പോലും അറിയാവുന്ന മഹത് വ്യക്തി. അങ്ങനെയുള്ള ഗാന്ധിജിയെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അറിയില്ല പോലും. അധികാരമോഹം മാത്രം തലയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് അറിയില്ലായിരിക്കും. അധികാരത്തിനായി മാത്രം വർഗീയത വിളമ്പുന്നവർക്കും അനുയായികൾക്കും അറിയില്ലായിരിക്കും. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഉള്ളിലുണ്ട് അദ്ദേഹം. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആശയത്തെയും മറക്കുവാൻ ഇന്ത്യയിൽ പിറന്ന ഒരാൾക്കും കഴിയില്ല. എത്ര പരിതാപകരമാണ് മോദിയുടെ ഈ പരാമർശം. ഗാന്ധി എന്ന സിനിമ 1982 ഇറങ്ങുന്നതുവരെ ലോകത്തിന് മഹാത്മാഗാന്ധിയെ അറിയില്ല എന്നായിരുന്നു മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു പക്ഷേ ഗാന്ധി എന്ന സിനിമയിലെ ബെൻ കിങ്സ്ലിയെ കണ്ടായിരിക്കും മോദി ഗാന്ധിയെ അറിഞ്ഞത്. എന്നാൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മറ്റു ജനങ്ങൾക്ക് ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ ത്യാഗത്തെയും അറിയുവാൻ സിനിമ കാണേണ്ട ആവശ്യമില്ല. ഗാന്ധിയോടുള്ള മോശം പരാമർശങ്ങൾ എന്നവസാനിക്കാനാണ്? ഇതിനൊരു അന്ത്യമില്ലേ? ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയെ, ആ ആശയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ പരിതാപകരമായി മറ്റെന്തുണ്ട്? സത്യൻ അന്തിക്കാടിന്റെ കുറിപ്പ് വായിക്കാം. ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന കാലം. ഒരു ധനിക കുടുംബത്തിലെ സുന്ദരിയായ പെൺകുട്ടി ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായി ആശ്രമത്തിൽ ചെന്നു. അവിടുത്തെ ഏതു ജോലിയും ചെയ്യാൻ തയ്യാർ. അവളുടെ ആഗ്രഹം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അവളെ സ്വീകരിച്ചു. അവൾക്ക് കിട്ടിയ ആദ്യത്തെ ജോലി 80 വയസ്സു കഴിഞ്ഞ പട്ടികജാതിയിൽപ്പെട്ട ഒരു വൃദ്ധന്റെ പരിചരണമായിരുന്നു. മാനസിക നില തെറ്റിയ അയാളുടെ മുറി വൃത്തിയാക്കണം, കുളിപ്പിക്കണം, വസ്ത്രം ധരിപ്പിക്കണം, മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടണം. അതിരാവിലെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന അവളെ എതിരേൽക്കുക അസഹ്യമായ ദുർഗന്ധമാണ്. അതെല്ലാം കഴുകി വൃത്തിയാക്കുമ്പോൾ സ്വബോധമില്ലാത്ത വൃദ്ധൻ അസഭ്യ വാക്കുകൾ കൊണ്ട് ചീത്ത വിളിക്കും. എല്ലാം സഹിച്ച് ഒരാഴ്ചയോളം ഈ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവളൊന്ന് വശം കെട്ടു. പക്ഷേ ഗാന്ധിജിയോടുള്ള ആദരവ് മൂലം ഒരു പരാതിയും ഉന്നയിച്ചില്ല. ഒരു ദിവസം ഗാന്ധിജി അതുവഴി വന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ആ മുറി വൃത്തിയാക്കുന്ന പെൺകുട്ടിയെ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുകയോ പച്ചക്കറികൾക്ക് വളമിടുകയോ ഒക്കെ ചെയ്യുന്ന ജോലി അവൾക്ക് നൽകി. പൂർണ്ണ തൃപ്തിയോടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം അവൾക്ക് തോന്നി, താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരായിരിക്കും ചെയ്യുന്നത്? പിറ്റേന്ന് അതിരാവിലെ അവൾ ആ വൃദ്ധന്റെ മുറിക്കടുത്ത് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ഗാന്ധിജി തന്നെ ആ ജോലികൾ ചെയ്യുന്നതാണ്. ആ പെൺകുട്ടിയുടെ ഈ അനുഭവക്കുറിപ്പ് വായിച്ച് ഗാന്ധിജിയുടെ നിത്യവിമർശകനായിരുന്ന വിപിൻ ചന്ദ്ര അദ്ദേഹത്തിന്റെ ആരാധകനായി മാറി. അത്രമേൽ പരിശുദ്ധനും സാധാരണക്കാരിൽ സാധാരണക്കാരനുമായിരുന്നു അദ്ദേഹം.